സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷ് എഴുതിയ നിലാവ് മാത്രമല്ല. പ്രാതലിരിക്കുമ്പോൾ വിനയൻ ചോദിച്ചു, നീ ഗാദിയെ കാണുന്നില്ലേ? പെട്ടെന്ന് രേഖയുടെ മുഖം മുടിക്കെട്ടി. വിശ്വനാഥൻ സാറിന് കൊടുത്ത വാക്ക് നമുക്ക് പാലിക്കണം. അതിൻ്റെ ചുമതല പ്രധാനമായി നിനക്കാണ്. ഒന്ന് വിളിച്ചു നോക്കണ്ടേ? രേഖയെ നിന്നോടാ ചോദിക്കുന്നത്. വാതിലടച്ച് ഗേറ്റും താഴിട്ട് പൂട്ടിയാൽ പിന്നെന്തു ചെയ്യും? മനസ്സിലായില്ല. ഇന്നലെ ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. ഗുഡ്. എന്നിട്ട്? വിനയൻ ആകാംക്ഷയോടെ മുന്നോട്ടണിഞ്ഞിരുന്നു. ഇനി ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു. വളരെ കൃത്യമായി അറുത്തുമുറിച്ച്. വിനയൻ്റെ മുഖം ഒന്ന് മങ്ങി, പക്ഷെ വീണ്ടും തെളിഞ്ഞു. അത് സാരമില്ല. സാരമില്ലേ? സാരമുണ്ട്. ഇപ്പോൾ അവൾ പറയുന്ന ഓരോ വാക്കിലും വാചകത്തിലും സാരമുണ്ട്. പ്രത്യേകിച്ച് നമ്മളോട്, എന്നോട്. എത്ര നല്ലൊരു സഹായം അവൾക്ക് ചെയ്തു കൊടുത്തില്ലേ എൻ്റെ ഭർത്താവ്? അവളുടെ ശത്രുവിൻ്റെ കൂട്ടുകാരല്ലേ ഇപ്പോൾ നമ്മൾ? തുടങ്ങിയല്ലോ നീ പിന്നെയും. വിനയൻ ദോശയിൽ നിന്ന് കൈയെടുത്ത് പിന്നോട്ട് ചാഞ്ഞിരുന്നു. അഥവാ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കുറ്റവാളി നീയല്ലല്ലോ, ഞാനല്ലേ? ഈ സാഡ്സത്തിൽ എനിക്കും കൈയുണ്ടോ എന്ന് അവൾ ചോദിച്ചു കഴിഞ്ഞു. ഇല്ലെന്ന് പറയണം. എന്തായാലും ആ ഇഷ്യൂവും ഗാഥയുടെ ഇനി അങ്ങോട്ടുമുള്ള ലൈഫുമായി ഒരു ബന്ധവുമില്ലെന്ന് അവളെ നീ ബോധ്യപ്പെടുത്തണം. അതിനവൾ എന്നെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? പെട്ടെന്ന് രേഖയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. വിനയൻ കൈനീട്ടി ടേബിളിൽ നിന്ന് അതെടുത്ത് നോക്കി. ഇതാ, അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഗാദിയ, സംസാരിക്ക്. രേഖ ഫോൺ വാങ്ങി. ഗാദ ചോദിച്ചു, എന്താ ഇന്നലെ ഫോൺ എടുക്കാത്തത്? പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കില്ലെന്ന്. വാതിൽ തുറക്ക്. ഫോൺ വെച്ചിട്ട് വന്ന് വാതിൽ തുറക്കാൻ. രേഖ വിനയനോട് ആംഗ്യം കാട്ടി. പുറത്തവൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വിനയനെ കണ്ടാൽ അയാൾ അതേ നാണയത്തിൽ മറുപടി പറഞ്ഞു. കാണട്ടെ, കാണുന്നതാണ് നല്ലത്. കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമല്ലോ. രേഖ എണീറ്റ് ചെന്ന് വാതിൽ തുറന്നു. ഇറയത്ത് തൂണും ചാരി പുറംതിരിഞ്ഞു നിൽപ്പായിരുന്നു ഗാഥ. ആരോടും ഒന്നും പറയാൻ വയ്യ. പറയുന്ന ഓരോ വാക്കിലും കയറിപ്പിടിച്ച് തെറ്റിദ്ധരിക്കുക. അച്ഛനായാലും കൂട്ടുകാരിയായാലും. എന്തൊരു ദയയില്ലാത്ത ലോകമായത്. രേഖയെ നോക്കാതെ ആത്മകഥം പോലെ ഗാഥ പറഞ്ഞു. രേഖയൊന്നും പറഞ്ഞില്ല. എൻ്റെ അവസ്ഥയിൽ അവനവനെ സങ്കല്പിച്ച് നോക്കണം. അപ്പോഴേ മനസ്സിലാവൂ. ഇവിടെ നിന്നാൽ മതിയോ? അകത്തിരുന്ന് വഴക്കുണ്ടാക്കാം. തല്ലണമെങ്കിൽ അതുമാവാം. വാ. രേഖ ഗാഥയുടെ കയ്യിൽ പിടിച്ചു. നിന്റെ അദ്ദേഹം അകത്തില്ലേ? സാരമില്ല. സാരമുണ്ട്. അദ്ദേഹത്തെ എനിക്ക് കാണണ്ട. കണ്ടാൽ ശരിയാവില്ല. രേഖയ്ക്ക് പുറകെ ഗാഥ അകത്തേക്ക് ചെന്നു. വിനയനാവട്ടെ എണീറ്റ് മുറിയിലേക്ക് പോയിരുന്നു. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ലെങ്കിൽ നല്ല ഇളം ദോശ ചുട്ടുതരാം, ചൂടോടെ തിന്നാൻ. വേണ്ട. എങ്കിലിരിക്കും നീ, ഞാൻ ചായ എടുക്കാം. ഒരു കുന്തവും വേണ്ട. എനിക്ക് ജോലിക്ക് പോകണം. അതിനു മുമ്പ് നിന്നെ വന്ന് കാണണമെന്ന് തോന്നി. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് വന്നത്. നിരാശയും ദേഷ്യവും സങ്കടമൊക്കെ ഒതുക്കി അമർത്തിയ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് പുറത്തേക്കെടുത്തെറിയാതെ വയ്യെന്നാവും. വേറെ എങ്ങോട്ടുമില്ലടി അതെറിഞ്ഞു കളയാൻ. നിന്റെ നേരെയല്ലാതെ. നീ സഹിക്കണം. ഇല്ലെങ്കിൽ ആകെ വീർപ്പുമുട്ടി ഞാൻ ഇല്ലാതാവും. പറഞ്ഞു തീർന്നതും ഗാദിയുടെ സ്വരമിടറി. കണ്ണു നിറഞ്ഞു. രേഖയുടെ കണ്ണു നിറഞ്ഞു. ഗാദിയെ തൻ്റെ തോളിൽ ചായച്ചു പിടിച്ച് അല്പനേരം അവൾ അങ്ങനെ നിന്നു. ഞാൻ പോയിക്കോട്ടെ. ഇന്ന് AGM വരുന്നുണ്ട്. ബ്രാഞ്ചിൽ നേരത്തെ എത്തണം. ഞാൻ എത്തിക്കണോ കാറിൽ? പുറകിൽ ഓഫീസ് മുറിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് വിനയൻ ചോദിച്ചു. ആ ശബ്ദം കേട്ടതും ഗാഥ പുറത്തേക്ക് നടന്നു. ഇറിയത്തെത്തി. രേഖയുടെ ചുമലിൽ പിടിച്ച് അവൾ പറഞ്ഞു, ഒരൊറ്റയാളെ എനിക്കിപ്പോൾ അഭയമായുള്ളൂ. നീയാണത്. എന്നും കാണണമെന്നില്ല, സംസാരിക്കണമെന്നില്ല. എൻ്റെ വിളിപ്പാടകലെ എവിടെയോ നീയുണ്ടെന്ന് അറിഞ്ഞാൽ മതി. എന്നും നമ്മൾ ഇങ്ങനെ തന്നെ ആവണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് രേഖയെ ഞാൻ. ഇതുവരെയുള്ള അനുഭവം വെച്ച് എൻ്റെ പ്രാർത്ഥനകളൊന്നും തന്നെ ദൈവം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പേടിയുണ്ട്. നീയും എന്നെ കൈവിട്ട് കളയുമോ എന്ന്. ഇന്നലെ നീ ഫോൺ എടുക്കാതിരുന്നപ്പോൾ ആ പേടിയുണ്ടായി. അതാ കാലത്ത് തന്നെ ഓടി വന്നത്. വേണ്ടാത്ത ഭാവനകൾ കൂടുതലാണ് പണ്ടേ നിനക്ക്. നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? രേഖ അവളുടെ ചുമലിലൊരടി കൊടുത്തു. പക്ഷേ ഈ വരവ് ഞാൻ കണക്കിൽപ്പെടുത്തിയിട്ടില്ല. വേണ്ട, മറ്റന്നാൾ അവധിയാണ്, ഞാൻ വരും. നിന്റെ ഭർത്താവ് ജോലിക്ക് പോയിട്ടേ വരൂ. അതെ, ഒരു ഒബ്ജക്ഷൻ. നിന്റെ ഭർത്താവ് എന്ന വിളി വേണ്ട. വിനയൻ സാർ എന്നായിരുന്നില്ലേ പഴയ സംബോധന? അത് മതി. വിനയേട്ടൻ എന്ന് വിളിച്ചാലും നിന്റെ ഭർത്താവ് വേണ്ട. നിനക്ക് തോന്നുന്നോ നിന്നെ വേദനിപ്പിക്കാൻ വിനയേട്ടൻ ഉദ്ദേശിച്ചെന്ന്, ശ്രമിച്ചെന്ന്? നിനക്കറിയില്ലേ ഗാദെ, നിന്റെ കാര്യത്തിൽ വിനയേട്ടൻ എത്രമാത്രം കൺസേൺഡ് ആണെന്ന്? എന്നെപ്പോലെ തന്നെ, ഒരു പക്ഷേ എന്നേക്കാളേറെ. പരിഹാസച്ചിരിയോടെ ഗാഥ മുഖം തിരിച്ചു നിന്നു.
രേഖ ആ മുഖം തനിക്ക് നേരെ ബലമായി തിരിച്ചിട്ട് പറഞ്ഞു. ഇന്നലെ നിന്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? എങ്ങനെ? വന്നതല്ല, വിനിയേട്ടൻ കൂട്ടിക്കൊണ്ടു വന്നതാണ്. കച്ചേരിപ്പടിയിൽ ഫുട്പാത്തിൽ നിൽക്കുന്നത് വിനിയേട്ടൻ കണ്ടു. നിന്നെ കണ്ട് വരും വഴിയാണെന്ന് പറഞ്ഞു. വളരെ അക്സെപ്റ്റായിരുന്നു സാർ. ഗാദിയിലൊരു നടുക്കമുണ്ടാക്കി. മനസ്സിലെ വിഷമം, ഒപ്പം രാവിലെ ഒന്നും കഴിക്കാത്തതിൻ്റെ തളർച്ചയും. ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതും കഷ്ടിച്ചൊരു ദോശ. ഗാദയുടെ നെഞ്ചിനുള്ളിൽ ഒരു നീറ്റലുണ്ടായി. ഹോസ്റ്റൽ മുറിയുടെ ജനലിലൂടെ കണ്ട കാഴ്ച തീക്കനൽ പോലെ വീണ്ടും അവളെ പൊള്ളിച്ചു. തോറ്റ വൃദ്ധനായ യോദ്ധാവിനെപ്പോലെ തല താഴ്ത്തി വഴിയോരം ചേർന്നു പോകുന്നു. കുറേ വിഷമങ്ങൾ പറഞ്ഞു. എല്ലാം നിന്റെ കാര്യം തിരികെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതും വിനിയേട്ടൻ തന്നെ. സത്യത്തിൽ നിന്നോട് സംസാരിക്കാൻ കാത്തിരിപ്പായിരുന്നു വിനിയേട്ടൻ. പക്ഷേ നീ. ഗാഥ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം കൂടി നിന്നു. പിന്നെ ഇറങ്ങി നടന്നു. രേഖ തിരികെ മുറിയിലെത്തുമ്പോൾ വിനയൻ ഓഫീസിലേക്ക് പോകാൻ ഡ്രസ് ചെയ്യുകയാണ്. വിഷമം തോന്നി അല്ലേ? എന്തിന്? അവൾ അങ്ങനെ പെരുമാറിയതിൽ? വിനയൻ ചിരിച്ചു. അവളുടെ പൊസിഷനിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ വിഷമം തോന്നില്ല. രേഖയ്ക്ക് അത്ഭുതം തോന്നി. ഗാഥയുടെ അതേ വാചകം. എനിക്കങ്ങനെ ചിന്തിക്കാനൊരു സിദ്ധിയുണ്ട്. അതുകൊണ്ട് ഒട്ടും വിഷമം തോന്നിയില്ല. ചിരിച്ചുകൊണ്ട് വിനയൻ ഇറയത്തേക്കിറങ്ങി. കാർ ഗേറ്റ് കടന്ന് മറിഞ്ഞപ്പോൾ തൂണിൽ ചാരി നിന്ന് രേഖ ഇങ്ങനെ വിചാരിച്ചു. ഗാഥയും വിനിയേട്ടനും താനും ഗാഥയുടെ അച്ഛനമ്മമാരും ഒക്കെ നന്മ മാത്രമുള്ളവരാണ്. തിന്മയുള്ളവർ ഒരാൾ മാത്രം, ഗൗതം രാഘവൻ. അയാൾ ഒരു നല്ല ജീവിതം മലിനപ്പെടുത്തി. ദൈവം അതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കട്ടെ, എത്രയും വേഗം. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ പിന്നെയും വിവരക്കേടാണ് കാണിക്കുന്നത്. അച്ഛനും അമ്മയും അതിന് സപ്പോർട്ടാണോ? നന്നായിട്ടുണ്ട്. ഒടുവിൽ ജീവിതമില്ലാതാവുന്നത് അവൾക്കായിരിക്കും. അവൾക്ക് മാത്രം. ഓർത്തോ? ഗിരിജ ശോഭിച്ചു. മുംബൈയിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് വീട്ടിലെത്തിയതായിരുന്നു അവൾ. ലീവില്ലാത്തതുകൊണ്ട് രാംദാസ് അവളെയും മകനെയും ട്രെയിനിൽ കയറ്റിവിട്ടു. ഇപ്പോൾ തനിച്ചു പോകാനും വരാനുമൊക്കെ ഗിരിജ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നും ഓർക്കാഞ്ഞതല്ല മോളെ. പക്ഷേ അവളുടെ ചോദ്യത്തിന് എനിക്കുത്തരമില്ല. എനിക്ക് ഉറപ്പും കൊടുക്കാനില്ല, വിശ്വനാഥൻ നായർ പറഞ്ഞു. അവളുടെ ചോദ്യം. ഇത്ര ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ വരും വരായികളെപ്പറ്റി അന്ന് ആലോചിക്കാഞ്ഞതെന്താ? എല്ലാം വരുത്തി വെച്ചു. എന്നിട്ടിപ്പോൾ പിന്നെയും വിചാരിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ മണ്ടത്തരം. നല്ല അടി കിട്ടാഞ്ഞിട്ടാ. അമ്മ എന്താ മിണ്ടാത്തത്? അതല്ല മോളെ, 2 തവണ അവൾ സമ്മതിച്ചതല്ലേ. രണ്ടാലോചനയും മാറിപ്പോയപ്പോൾ ആർക്കായാലും ഒരു നിരാശ തോന്നില്ലേ? ശാരദാമ്മയുടെ സ്വരം പതറി. അപ്പോൾ ഇനി ആലോചനയെ വേണ്ടെന്നാണോ? ഇനി വരുന്നതും ഇതേ കാരണം പറഞ്ഞ് തെറ്റിയാലോ എന്നവൾ ചോദിക്കുന്നത്. പിന്നെ പത്രത്തിൽ അച്ചടിച്ച് വന്ന ഫ്ലാഷ് ന്യൂസ് അല്ലേ ലോകത്തിലുള്ളവരെല്ലാം അറിയാൻ. അമ്മയ്ക്ക് കേൾക്കണോ? ഞങ്ങളുടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ കഴിഞ്ഞ മാസം ഒരു കല്യാണം നടന്നു. ഒരു കന്നഡക്കാരി പെൺകുട്ടി. കെട്ടിയതൊരു മാർവാടി ചെക്കൻ. സത്യത്തിൽ ഈ പെണ്ണിൻ്റെ സെക്കൻഡ് മാരേജ് ആയത്. ആദ്യത്തേത് ലീഗലൊന്നുമായിരുന്നില്ല. 2-3 മാസം ഒന്നിച്ച് ജീവിച്ചിട്ട് അവനൊരു ദിവസം അങ്ങ് പോയി. എന്നിട്ടാ ഈ കല്യാണം. ശാരദാമ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്നിട്ട് കെട്ടിയ പയ്യനതറിഞ്ഞില്ലേ? അറിഞ്ഞു, കെട്ടുകഴിഞ്ഞ്. എന്നിട്ടെന്താ? ഒന്നുമില്ല. പെണ്ണും പെണ്ണു വീട്ടുകാരും കണ്ണുമടച്ചങ്ങ് നിഷേധിച്ചു. അങ്ങനൊരു സംഭവമേ ഇല്ലെന്ന്. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. 2 പേരും ഇപ്പോൾ ഗോവയ്ക്ക് പോയിരിക്കുക ഹണിമൂണിന്. ഗാഥയുടെ കാര്യത്തിൽ ഈ വക ഗുലുമാലൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഈ പേടി? ഞാൻ ചോദിക്കട്ടെ, അന്ന് അരവിന്ദനങ്കിൾ ആ നേരത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ വിവേകുമായുള്ള വിവാഹം ഉഴപ്പിയത്? ഇല്ലെങ്കിലോ? ഇപ്പോൾ ഗാഥ വിവേകിൻ്റെ ഭാര്യ. എല്ലാം ആ കുഞ്ഞിൻ്റെ ഭാഗ്യക്കേട്, ദുർവിധി. ശാരദാമ്മ കണ്ണു തുടച്ചു. പിന്നെ രണ്ടാമത് വന്ന പ്രപ്പോസൽ എങ്ങനെ പോയെന്ന് നമുക്കറിയില്ല. അതുകൂടി ഇതിൻ്റെ കണക്കിലെഴുതുമ്പോഴാ വേണ്ടാത്ത വേവലാതിയൊക്കെ ഉണ്ടാവുന്നത്. വേറെന്തെങ്കിലും കാരണമായിക്കൂടെ? അങ്ങനെ വിചാരിച്ചൂടെ? എന്തായാലും അതൊക്കെ കല്യാണാലോചന സമയത്ത് കളയാനാവില്ല. എത്രയും വേഗം ഗാഥയുടെ കല്യാണം, അത് നടന്നേ പറ്റൂ. അച്ഛൻ പിന്നെ ബ്രോക്കർമാരെ ആരെങ്കിലും കണ്ടോ? ഇല്ല. എങ്കിൽ ഉടനെ അത് ചെയ്യണം. അതല്ലെങ്കിൽ മാരേജ് ബ്യൂറോസ് ഉണ്ട്. അതുമല്ലെങ്കിൽ പത്രത്തിൽ മാട്രിമോണിയിൽ പരസ്യം കൊടുക്കാം. രാമേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ കുട്ടിയുടെ കല്യാണം പത്രപരസ്യം വഴിയാ ശരിയായത്. സത്യത്തിലിപ്പോൾ എല്ലാവരും നോക്കുന്നത് ആ വഴിയാ. കുറേ പ്രപ്പോസൽസ് നമ്മുടെ അഡ്രസ്സിൽ വരും. ചേരുന്നത് സെലക്ട് ചെയ്താൽ മതി. അച്ഛൻ എന്താ പറയുന്നത്? വിശ്വനാഥൻ നായർ ദീർഘനിശ്വാസം അയച്ചിട്ട് പറഞ്ഞു. എങ്ങനെയായാലും നീ പറഞ്ഞതുപോലെ അവളുടെ ജീവിതം നല്ലൊരാളെ ഏൽപ്പിക്കണം മോളെ. എൻ്റെ കുട്ടിയുടെ സങ്കടമെല്ലാം തീരണം. അല്ലാതെ മനസമാധാനം ഉണ്ടാവില്ല. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ? ഒരു ദിവസം ലീവ് എടുത്ത് വരാൻ പറയാം.
അവൾ വരില്ല. ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു ഈ വഴിക്ക് തിരിഞ്ഞിട്ട്. വന്നാലും പോകുന്നതുവരെ മുറ്റത്തേക്ക് പോലും ഇറങ്ങില്ല, മുറിയിൽ തന്നെ. അതുകൊണ്ട് വരാൻ ഞങ്ങൾ നിർബന്ധിക്കാറുമില്ല. എന്തിനവളെ ശ്വാസം മുട്ടിക്കണം? എങ്കിൽ ഞാൻ അങ്ങോട്ട് പോയാലോ? ഗിരിജ ചോദിച്ചു. വേണ്ട മോളെ, അവൾക്കത് കൂടുതൽ പ്രയാസമാണ്. തന്നെയുമല്ല, ഇതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങ് പോരും. പക്ഷേ ആ ടെൻഷനോടെയാവും അവൾ ജോലിക്ക് പോവുക. ബാങ്കിലെ ജോലിയാണ്, റിസ്ക്കാണ്. വേണ്ട കുട്ടി. പിന്നെ ഞാൻ എങ്ങനെയാണ് അവളെ ഒന്ന് കാണുക? ഇങ്ങോട്ട് വരികയില്ല, അങ്ങോട്ട് ചെല്ലാനും പാടില്ല. ഇത് ശരിയാവില്ലല്ലോ. എനിക്ക് പോകണം. നിങ്ങൾ അവളുടെ തൊട്ടടുത്താ. ഞാനേ 3-4 സംസ്ഥാനങ്ങൾ കടന്നാ വരുന്നത്. എൻ്റെ അനിയത്തിയെ കാണാൻ എനിക്ക് നാളും പക്കമൊന്നും നോക്കണ്ട. നാളെ ഞാൻ കൊച്ചിയിലേക്ക് പോകും. അവളുടെ ഹോസ്റ്റൽ എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒറ്റയ്ക്കോ? ശാരദാമ്മ ചോദിച്ചു. മുംബൈയിൽ നിന്ന് ഇവിടെ വരെ ഒറ്റയ്ക്ക് വരാമെങ്കിൽ ഈ കൊച്ചി വരെ പോകാൻ എനിക്ക് കൂട്ടുവേണോ അമ്മേ? ഗിരിജ ഒരു പുഞ്ചിരിയോടെ എണീറ്റകത്തേക്ക് പോയി. വിശ്വനാഥൻ നായർ വിസ്മയത്തോടെ ശാരദാമ്മയുടെ മുഖത്തേക്ക് നോക്കി. വിവാഹത്തിന് മുമ്പുള്ള ഗിരിജയെപ്പറ്റി പെട്ടെന്ന് ഓർത്തുപോയി. മൂത്തവളെങ്കിലും അനിയത്തിയുടെ 100-1 തൻ്റെ ഇടമില്ലാത്ത കുട്ടി. എന്തിനും പിന്നിൽ എത്ര പെട്ടെന്നാണ് അവൾ ജീവിതം അറിഞ്ഞത്, ലോകം കണ്ടത്. സത്യത്തിൽ ഇപ്പോൾ കുറച്ചൊരു ആത്മവിശ്വാസം തോന്നുന്നു, അല്ലേ ശാരദേ? അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ വിശ്വനാഥൻ നായർ ഭാര്യയോട് ചോദിച്ചു. അതെ, അല്ലെങ്കിലും അവൾ ചോദിച്ചതല്ലേ സത്യം. നമ്മുടെ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? ശാരദാമ്മ പകുതി തന്നോടും പകുതി ഭർത്താവിനോടായും ചോദിച്ചു. പിറ്റേന്ന് കാലത്ത് ഗിരിജ ഗാഥയുടെ ഹോസ്റ്റലിലെത്തുമ്പോൾ അവിടെ മറ്റൊരാളും ഉണ്ടായിരുന്നു, രേഖ. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം രേഖ പറഞ്ഞു. ഇന്ന് എനിക്ക് ഇരട്ടി സന്തോഷമാണ്. അനിയത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. അപ്പോൾ ദാ ചേച്ചിയെ കൂടി കിട്ടി. എനിക്കും അതേ സന്തോഷമുണ്ട് രേഖയെ. ഗിരിജ ചിരിച്ചു. ഇവളുടെ മുഖത്ത് മാത്രം ഒരു അന്താളിപ്പുണ്ട്, ഇല്ലേ രേഖയെ? കാരണമുണ്ട്. ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ ഇവളെ അറിയിച്ചില്ല. അറിയിച്ചാൽ എങ്ങോട്ടെങ്കിലും ഇവൾ മാറിക്കളഞ്ഞാലോ? എന്താ ഗിരിചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗാഥയുടെ മുഖം മങ്ങി. അപ്പോൾ ഞാൻ വന്നത് നിനക്ക് ബുദ്ധിമുട്ടായില്ല അല്ലേ? ഭാഗ്യം. ഹരിക്കുട്ടനെ കൂടി കൊണ്ടുവരാമായിരുന്നു. എത്ര നാളായി ഞാൻ അവനെ കണ്ടിട്ട്. മുത്തച്ഛനെ കിട്ടിയതോടെ അവൻ എന്നെ തഴഞ്ഞിടി. ഒരർത്ഥത്തിൽ അത് നന്നായി. അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു വർത്തമാനത്തിനിടയിൽ അവൻ ബോറടിച്ച് ലെവലാവും. തന്നെയുമല്ല, നിനക്കവനെ കാണണമെങ്കിൽ എൻ്റെ കൂടെ അങ്ങോട്ട് വാ. പിന്നെ ഈ ഹോസ്റ്റൽ നിൻ്റെ വീടാണെന്നൊരു ധാരണയുണ്ടെന്ന് കേട്ടു. അത് വെറും തെറ്റിദ്ധാരണയാ. നിൻ്റെ വീട് അവിടെയാ. അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും കൂടി ഇങ്ങോട്ട് മാറ്റിക്കോ. നിൻ്റെ റൂമിൽ താമസിപ്പിച്ചോ. എന്താ? രേഖയ്ക്ക് ചിരിയടക്കാൻ പറ്റാത്തതായി. അല്ല ഗിരിചേച്ചി, ഒരു സംശയം. എന്താ രേഖയെ? ഇത് പഴയ ഗിരിചേച്ചി തന്നെയാണോ? മുംബൈയിൽ പോയാൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമോ? മുംബൈയിൽ പോയാൽ മാത്രം പോരാ. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷക്കാരും താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കണം. ഞാൻ ചെയ്യുന്ന മാതിരി ബോട്ടീക്കോ അങ്ങനെ എന്തെങ്കിലും ചിലർ ബിസിനസ് ചെയ്യണം. മിണ്ടാപ്പൂച്ചകളും പിന്നെ വായാടികളായിക്കോളും. ഹിന്ദി, ബംഗാളി, തമിഴും മലയാളവും ഒക്കെ ഒരേ ഒഴുക്കിൽ തട്ടിക്കോളും. അപ്പോൾ പുറപ്പെടുകയല്ലേ കടവന്ത്രയിലെ വീട്ടിലേക്ക്? യെസ്, വി സ്റ്റാർട്ട്, രേഖ ആവേശത്തോടെ പറഞ്ഞു. അടുത്ത നിമിഷം അവർ കയറിയ ഓട്ടോറിക്ഷ കൃഷ്ണകൃപയിലേക്ക് പാഞ്ഞു. ഗ്രഹനാഥനില്ലേ? വീട് പൂട്ടിയിരിക്കുന്നു. വിനിയേട്ടൻ ഓഫീസിൽ പോയി. ഹാൻഡ് ബാഗിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്നുകൊണ്ട് രേഖ പറഞ്ഞു. ഇന്ന് സൺഡേ അല്ലേ? സൺഡേയും ജോലിക്ക് പോണോ? വിനിയേട്ടന് സൺഡേയും വർക്കിംഗ് ഡേയാ ഗിരിചേച്ചി. പിന്നെ ഗിരിജ കേൾക്കാതെ ഗാഥയുടെ കാതിൽ മന്ത്രിച്ചു. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതി സ്ഥലം വിട്ടതാ. നിന്റെ കഴിഞ്ഞ വരവിലെ അനുഭവം ഓർമ്മയുള്ളതുകൊണ്ടാണ്. അത് കേട്ടതും ഗാഥയുടെ മനസ്സിടിഞ്ഞു. തന്നെ പ്രതി സ്വന്തം വീട്ടിൽ നിന്ന് ഗ്രഹനാഥന് മാറേണ്ടി വരിക പാടില്ലായിരുന്നു. വിനയൻ സാറിനോട് അത്ര അപക്വമായി അന്ന് പെരുമാറിയത് തെറ്റായിപ്പോയി. വഴിവക്കിൽ മാനസിക സമ്മർദ്ദത്തോടെ നിന്നിരുന്ന അച്ഛനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിർബന്ധിച്ച ആഹാരം കഴിപ്പിച്ച, സമാശ്വസിപ്പിച്ച, റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച, യാത്രയാക്കിയ മനുഷ്യൻ. ആ മനുഷ്യനോടാണ് താൻ. എന്നോട് ക്ഷമിക്കരേഖേ. എന്തിന്? ഞാൻ വിനയൻ സാറിനോട് മോശമായി? ഏയ്, അതിൽ പുള്ളിക്കാരനൊരു വിഷമവും ഇല്ല. കാരണം ചോദിച്ചപ്പോൾ മറുപടി എന്തായിരുന്നെന്നോ? നിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചത്രേ. അങ്ങനെ ചിന്തിക്കാൻ അദ്ദേഹത്തിനൊരു സിദ്ധിയുണ്ടത്രേ. വിട്ടേക്കത്. വളരെ വിശാല ഹൃദയനായ കൊച്ചെ എൻ്റെ ഹസ്ബൻഡ്. രേഖ ചിരിച്ചു. ഈ സമയം കൊണ്ട് വീടാകെ ഒന്ന് നടന്നു നോക്കിയ ഗിരിജ വീണ്ടും സ്വീകരണ മുറിയിലെത്തി. ബ്യൂട്ടിഫുൾ ഹൗസ്.
സിറ്റിയുടെ നടുക്ക് എങ്ങനെ കിട്ടി ഇത്ര പച്ചപ്പും കാറ്റുമൊക്കെയുള്ള ഇടം? ഒക്കെ വിനയേട്ടൻ്റെ ഡിസ്കവറി ഗിരിചേച്ചി. രണ്ടാളും ഇവിടെ ഇരിക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഒറ്റയ്ക്ക് വേണ്ട, ഒന്നിച്ചാവാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ എപ്പോഴേ റെഡി. എല്ലാം ഉണ്ടാക്കി വെച്ച് വിനയേട്ടനും കൊടുത്തിട്ടല്ലേ ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നത്. ഒരു മിനിറ്റ്, ഞാൻ ദാ വന്നു. രേഖ അടുക്കളയിലേക്ക് പോയി. പിന്നെ പ്ലേറ്റുകളിൽ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമായി വന്നു. ടീപ്പോയിമേൽ പ്രാതൽ നിരന്നു. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം അല്ലേ? അതാ സൗകര്യം. ഞാൻ ഒരു വട്ടം ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. എന്നാലും രേഖയുടെ കൈപുണ്യം എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഗിരിജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഗാഥയോട് ചോദിച്ചു, നീ വല്ലതും കഴിച്ചോ? ഇല്ല, ഗാഥ പറഞ്ഞു. ഇപ്പോൾ മാത്രമല്ല, ഒരാഴ്ചയായിട്ട് നീ ഒന്നും കഴിക്കാറില്ലെന്ന് തോന്നുന്നല്ലോ. ഇതെന്ത് കോലമായിടി? ഹോസ്റ്റലിലെ ഫുഡ് അത്ര ബോറായോ? ഗാഥ മിണ്ടിയില്ല. അവളുടെ താടി ചൂണ്ടുവിരൽ കൊണ്ടുയർത്തി കണ്ണിലേക്ക് നോക്കിയിട്ട് ഗിരിജ തുടർന്നു. അതെ, മുംബൈയിൽ നിന്ന് ഞാൻ ഈ കൊച്ചിയിലേക്ക് വന്നത് ഇതുപോലൊരു മിണ്ടാപ്പൂച്ചയെ കാണാനല്ല, നല്ല സ്മാർട്ടായ എൻ്റെ അനിയത്തിയെ കാണാനാ. ഇതിപ്പോൾ പണ്ടത്തെ എന്നെ തന്നെ കാണുന്നത് പോലുണ്ട്. സഹിക്കില്ലടി, സംസാരിക്ക്, വിഷയങ്ങൾ പറയ്. ഒരു വിശേഷവും ഇല്ല ചേച്ചി. വിശേഷമൊക്കെ നീ പറയാതെ തന്നെ മിക്കവാറും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, മനുഷ്യനാവുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, അതാ ലൈഫ്, വിശേഷിച്ച് പെണ്ണിൻ്റെ ലൈഫ് എന്ന് കരുതി അതുതന്നെ മനസ്സിലിട്ട് ഊതി കളിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെക്കൊണ്ട് പിന്നൊന്നിനും കൊള്ളില്ല മോളെ. കുട്ടിക്കാലത്ത് എവിടെയൊക്കെ നമ്മൾ കാലുതെറ്റി വീണിരിക്കുന്നു, കൈയും കാലുമൊക്കെ പൊട്ടി ചോര വന്നിരിക്കുന്നു. ഇന്നത് വല്ലതും നമ്മൾ ഓർക്കുന്നുണ്ടോ? എവിടെയാ വീണത്, കാലോ കയ്യോ മുറിഞ്ഞത് ഓർമ്മയുണ്ടോ നമുക്ക്? ഓർത്ത് മെനക്കെടാൻ മനസ്സോ നേരമോ ഉണ്ടോ നമുക്ക്? ചില കാര്യങ്ങളൊക്കെ അതുപോലെ കണ്ടാൽ മതി. ഗിരിജയുടെ വർത്തമാന രീതി രേഖയ്ക്ക് വളരെ പിടിച്ചു. തുരുമ്പിടിച്ചു കിടന്ന കത്തി ചാണകി വെച്ചതുപോലെ തോന്നി. തീപ്പൊരി പാറുന്നു, വായ്ത്തല തിളങ്ങുന്നു, നേർക്കുന്നു, മൂർച്ച വരുന്നു. ഇങ്ങനെയാണ് വേണ്ടത്. ഗാഥയുടെ മനസ്സിലേക്ക് ചെന്ന് വീണാൽ മതിയായിരുന്നു ഈ തീപ്പൊരികൾ. ഗിരിജ തുടർന്നു. നിന്നെപ്പോലെ ഞാൻ കഥയും നോവലുമൊക്കെ വായിക്കുന്നവളല്ല. അതുകൊണ്ട് ഈ പറയുന്ന പുസ്തകത്തിൽ നിന്ന് കിട്ടിയതുമല്ല, പച്ച ജീവിതത്തിൽ നിന്ന് കിട്ടിയതാ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചു നാളെങ്കിൽ കുറച്ചുനാൾ വേറൊരു ലോകത്ത് ജീവിച്ചതിൻ്റെ തിരിച്ചറിവാ. അതും ഫ്ലാറ്റിനകത്ത് അടച്ചിരിക്കാതെ ജീവിതത്തിൻ്റെ അനുഭവം. സത്യം, ചേച്ചി ഒരുപാട് ചേഞ്ച് ചെയ്തു, ഗാഥ പറഞ്ഞു. എൻ്റെ മാറ്റം പോസിറ്റീവാ, നീയും മാറിയിട്ടുണ്ട്. പക്ഷെ നിൻ്റെ മാറ്റം നെഗറ്റീവാണെന്ന് മാത്രം. അത് ശരിയാവില്ല. അത് നമ്മളെ കുറേശ്ശെ കുറേശ്ശെ കരണ്ട് തിന്നും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ രേഖയെ? ഗിരിജ രേഖയെ നോക്കി. പിന്നല്ലാതെ, ഗിരിജ ചേച്ചി പറഞ്ഞത് 100% ശരിയാ. രേഖ ഉഷാറായി. നമുക്ക് ഇന്ന് തന്നെ ഇവളുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കണം ഗിരിചേച്ചി. അതിനാണല്ലോ ഞാൻ വന്നിരിക്കുന്നതും. ഇങ്ങോട്ട് നോക്കടി ബാങ്കത്തി. ഗിരിജ ഗാഥയുടെ താടിക്ക് പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. കാടും പച്ചപ്പും ഒന്നും തല്ലാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. അടുത്ത ആഴ്ച എനിക്ക് തിരിച്ചു പോകണം. അതിനു മുമ്പ് നമ്മൾ പത്രത്തിലൊരു പരസ്യം കൊടുത്തിരിക്കും. മാട്രിമോണിയൽ പേജിൽ 25 വയസ്സുള്ള 164 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ബാങ്ക് ഉദ്യോഗസ്ഥയും സുന്ദരിയുമായ യുവതിക്ക് ഉദ്യോഗസ്ഥനും സുന്ദരനുമായ വരനെ ആവശ്യമുണ്ട്. ഗാഥ പുഞ്ചിരിച്ചു. എന്താ ചിരിച്ചത്? ഗിരിജ ചോദിച്ചു. തമാശ കേട്ടതുകൊണ്ട്. എങ്കിൽ എൻ്റെ പൊന്നുമോള് കേട്ടോ, തമാശയുടെ ഘട്ടമൊക്കെ കഴിഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയല്ല. കാരണം അവർ പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ സ്ഥാനത്ത് അവർ തന്നെ നിന്നോട്ടെ. ഞാനിപ്പം എൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാ. ലോകത്തിൽ ഒരു വിവേകും ഒരു രവികൃഷ്ണനും മാത്രമല്ല ഉള്ളത്. നിനക്ക് ഓർമ്മയുണ്ടാവും, 3 പ്രപ്പോസൽസാണ് എനിക്ക് വന്നത്. ആദ്യത്തെ 2 ഓരോ കാരണം കൊണ്ട് മാറിപ്പോയില്ലേ? പിന്നെയല്ലേ രാമേട്ടൻ വന്നത്. നല്ല താരതമ്യം, ഗാഥ ചിരിച്ചു. എന്താ കുഴപ്പം? താരതമ്യം എന്തിന്? ചേച്ചിയുടെ ആ 2 ആലോചനകൾ മാറിപ്പോയതുപോലെയാണോ ചേച്ചി എൻ്റെ? അല്ല, എന്ന് വെച്ച് അതോടെ നിൻ്റെ ജീവിതം തീർന്നോ? തീർന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പോഴും ജീവിക്കുന്നില്ലേ? അതുപോലെ ഇനിയും ജീവിക്കും. ഗാഥേ, നിനക്ക് തന്നെ അറിയാം ഇത് വെറും വാദത്തിന് വേണ്ടിയുള്ള മറുപടിയാണെന്ന്. വിവാഹമാണോ ചേച്ചി ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം? കെട്ടാത്ത പെണ്ണുങ്ങളും ജീവിക്കുന്നില്ലേ ചേച്ചി? ഈ മാതിരി വാർക്ക് തർക്കങ്ങളൊന്നും എന്നോട് വേണ്ട. ഇതൊക്കെ ചുമ്മാ ജയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ തോറ്റുപോയെന്ന് തോന്നിയിട്ടോ ചോദിക്കുന്നതാണ്. 3 നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും ജീവിക്കാം, ആഴ്ചയിലൊരിക്കൽ കഴിച്ചാലും ജീവിക്കാം. പക്ഷേ നമ്മൾ ആഴ്ചയിലൊരിക്കലല്ലല്ലോ 3 നേരം ഫുഡ് കഴിക്കുന്നില്ലേ? എന്താ കാരണം? ചുറ്റുമുള്ള മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ, നാടോടുമ്പോൾ നടുവേ ഓടാൻ.
കല്യാണവും കുടുംബമൊക്കെ അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വേണ്ട കാര്യങ്ങളാ. അതില്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകുമെന്നല്ല, പക്ഷെ വേറെ തരത്തിലുള്ള ചില ശ്വാസം മുട്ടലുകളുണ്ടാവും. പ്രത്യേകിച്ച് പെൺവർഗത്തിന്. ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ആർക്ക് ഓടിക്കയറാം എന്ന് കേട്ടിട്ടില്ലേ? എത്ര ഫെമിനിസം പറഞ്ഞാലും അവിവാഹിതയായി കഴിയുന്ന പെണ്ണിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മോളെ ഈ സമൂഹത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ഞാൻ പറയുന്നത് വല്ലതും നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നിട്ട് എന്തെങ്കിലും തലയിൽ കയറിയോ? അതോ ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെയാണോ? ഒറ്റയ്ക്ക് ജീവിച്ചോളാം ഇന്ന്, വിവാഹം വേണ്ടെന്ന്. എനിക്ക് ആലോചിക്കണം ചേച്ചി. എത്ര ദിവസം? എന്തായിരിക്കും ആലോചനയുടെ അവസാനം? അത് എപ്പോഴെങ്ങനെ പറയും? എന്നാൽ എനിക്കറിയാം. ഞാൻ പറയാം. അടുത്തയാഴ്ച ഞാൻ മുംബൈയിലേക്ക് പോകും. നീ വീട്ടിൽ പോകാതെ ഈ കൊച്ചിയിൽ ഹോസ്റ്റലിലെ ഉണക്ക ചപ്പാത്തിയും തിന്ന് കഴിയും. അച്ഛനോ അമ്മയോ ഫോൺ ചെയ്യില്ല. അഥവാ അവർ വിളിച്ചാൽ ഇക്കാര്യം എങ്ങാനും എടുത്തിട്ടാൽ അവഗണിക്കും. ഇതാ ഇനി അങ്ങോട്ടും നടക്കാൻ പോകുന്നത്, ശരിയല്ലേ? എന്നാൽ അത് വേണ്ട. വിവാഹം വേണ്ടെന്നൊന്നും ഞാൻ തീരുമാനിച്ചില്ലല്ലോ. എന്നാണാവോ വേണ്ടി വരിക? 5 കൊല്ലം കഴിഞ്ഞോ? അതോ 10 കൊല്ലം കഴിഞ്ഞോ? അതോ ഈ ഭംഗിയുള്ള മൂക്കിൽ പല്ല് വരുമ്പോഴോ? മനസ്സ് പറയുമ്പോൾ. കൊള്ളാം. ഈ മനസ്സല്ലേ നല്ല ഒന്നാന്തരം മെച്യൂരിറ്റിയുള്ള മനസ്സാ. കുറച്ചു നാൾ മുമ്പ് നിന്റെ ഇതേ മനസ്സ് ചിലത് പറഞ്ഞിരുന്നല്ലോ നിന്നോട്. അതിൻ്റെ ഫലമാണല്ലോ ഇപ്പോഴീ കാണുന്ന നീയും ജീവിക്കുന്ന ജീവിതവും. അതുകൊണ്ട് ഇനി ഈ മനസ്സിൻ്റെ ഉപദേശം ഒരു സൈഡിലോട്ടങ്ങ് മാറ്റിവെക്ക്. എന്നിട്ട് നിന്നേക്കാൾ പ്രായവും പക്വതയും ഉള്ളവരുടെ വാക്ക് കേൾക്ക്. ഒരപകടവും വരില്ല, ഗുണമേ വരൂ. അതെ ഗാദേ. ഗാദയുടെ തോളിൽ കൈവച്ച് രേഖ പറഞ്ഞു. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇന്ന് ചെയ്യേണ്ടത് നാളേക്ക് വെക്കരുത്. നിന്റെ ആശങ്ക എനിക്കറിയാം, നടന്നതൊക്കെ ആവർത്തിക്കുമോ എന്ന്. പക്ഷേ അതൊരു യുക്തിയില്ലാത്ത ആശങ്കയാകാതെ, ഗിരിജ പറഞ്ഞു. കല്യാണത്തലേന്ന് കാമുകനുമൊത്ത് ഒളിച്ചോടിപ്പോയ പെൺകുട്ടികൾ വരെ വേറെ കെട്ടി മിടുക്കത്തികളായി ഹാപ്പിയായി കഴിയുന്നു. അപ്പോഴാ നീ ഒരുത്തി ഇങ്ങനെ ഉറുമിനെ പിടിച്ച് ആനയാക്കുന്നത്. ലോകമണ്ടിയാവല്ലേ ഗാദേ. എന്നെ കണ്ടാൽ കിണ്ണം കട്ടൂന്ന് തോന്നുമോ എന്നുള്ള ചിന്തയാ മാറ്റ്. കിണ്ണം പോയിട്ട് ഒരു മുട്ടുസൂചി പോലും നീ കട്ടിട്ടില്ലല്ലോ. പിന്നെന്താ? നീ ആദ്യം ഈ ശ്വാസം പിടിച്ചുള്ള ഇരിപ്പൊക്കെ ഒന്ന് മാറ്റ്. തുറന്ന് സംസാരിക്ക്. പണ്ടത്തെ പോലൊന്ന് ചിരിക്ക്. ചിരിക്കടി പൊട്ടി. ഗിരിജ ഗാദയുടെ ഉടുപ്പിൽ വിരൽ കുത്തി ഇക്കിളിപ്പെടുത്തി. ഗാദ എത്ര നിയന്ത്രിച്ചിട്ടും ചിരിച്ചുപോയി. അങ്ങനെ അന്തരീക്ഷം അല്പം ലാഘവപ്പെട്ടു. ഗിരിജയെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് രേഖയും ചെന്നു. വണ്ടി കാത്തിരിക്കുമ്പോൾ ഗിരിജ മുമ്പ് പറഞ്ഞതത്രയും ഒന്നുകൂടി സിമൻ്റിട്ട് ഉറപ്പിച്ചു. കഴിഞ്ഞതൊന്നും ഇനി നീ ഓർക്കുന്നില്ല, മനസ്സിലായോ? ഗാദ മൂളി. നാളെ തന്നെ അച്ഛനും ഞാനും കൂടി പത്രം ഓഫീസിൽ പോവും, പരസ്യം കൊടുക്കാൻ. 4 എഡീഷനിലും കൊടുക്കും. നോക്കിക്കോ, എൻ്റെ മിടുക്കക്കുട്ടിയായ ഈ അനിയത്തിയെ വേളി കഴിക്കാൻ ഒരു മിടുക്കൻ ചെക്കൻ വരും. എന്നെപ്പോലൊരു ബിലോ ആവറേജിന് പോലും രാമേട്ടനെ പോലൊരു മിടുക്കനെ കിട്ടിയെങ്കിൽ ഇവളുടെ ചെക്കൻ എങ്ങനെ ഉണ്ടാവും രേഖയെ? മിടുമിടുക്കനായിരിക്കില്ലേ? രേഖ പറഞ്ഞു. പിന്നെ ഗിരിജ കുറേ മുമ്പേ കഥകൾ വിസ്തരിച്ചു. ഭാഷ പിടിയില്ലാത്തതിനാൽ ആദ്യകാലത്ത് പറ്റിയ അബദ്ധങ്ങൾ. അങ്ങനെ ഗാദയുടെ മനസ്സിൽ ശേഷിച്ചിരുന്ന സമ്മർദ്ദവും ലഘുവായി. നേർത്ത് മിക്കവാറും മാഞ്ഞുപോയി. അതിനിടയിൽ വണ്ടി വന്നു. കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറും മുമ്പ് ഗാദയുടെ കവിളത്തൊരു ഉമ്മ കൊടുത്തിട്ട് ഗിരിജ പറഞ്ഞു. പറ്റിയാൽ ഞാൻ തിരിച്ചു പോകും മുമ്പ് നീ ഒന്ന് വീട്ടിലേക്ക് വാ. അമ്മയ്ക്ക് വല്ലാത്ത മനപ്രയാസമുണ്ട് നിന്നെ കാണാഞ്ഞിട്ട്. വരുമോ? വരാം. അടുത്ത അധ്യായം നാളെ.